നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് അയച്ചു. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ റെസ്യൂം പ്രിപ്പയർ ചെയ്തു, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ വീഡിയോ പ്രിപ്പയർ ചെയ്തു. അത് ഒരുപാട് കമ്പനികൾക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം പ്രിപ്പയർ ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വീഡിയോ പ്രിപ്പയർ ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോൾ കിട്ടും. ഈ കോളുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ നോക്കണം. ആ വിളിക്കുന്ന ആൾ എന്തുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നു എന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് നിങ്ങളുടെ അപ്ലൈ ചെയ്ത ഏതോ ജോലിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രൊഫൈലുകളിൽ ഒന്നാണ് നിങ്ങളുടേത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൾ കിട്ടുന്നത്. ഇനി എന്തായിരിക്കും ഈ കോളിൻ്റെ ഒരു പാറ്റേൺ? ഓക്കെ, ഇനി ഈ കോൾ റിസീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഈ കോൾ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും. ഐ ആം ശ്വേത, കോളിംഗ് ഫ്രം റൈറ്റ് കാൻഡിഡേറ്റ്. am I speaking to Mr. സുരേഷ്? ഈസ് ദിസ് റൈറ്റ് ടൈം ടു ടോക്ക് ടു യു? ആദ്യം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തി. അത് കഴിഞ്ഞിട്ട് ഇത് സംസാരിക്കാൻ പറ്റിയ സമയമാണോ എന്ന് നിങ്ങളടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുവാദം ചോദിക്കുന്നു. അപ്പോൾ സിറ്റുവേഷൻ എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്കും അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കോൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അപ്പം നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് യെസ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം, നിങ്ങൾ ഓക്കെ പറയുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ക്യാൻ യു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്? ഇതാണ് മിക്കവാറും ഒരു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടാനാണ്. ഇതിനെ പല രീതിയിലും ചോദിക്കാം, ഇത് തന്നെ പല രീതിയിൽ ചോദിക്കാം. ക്യാൻ യു ബ്രീഫ് മീ അബൌട്ട് യുവർ സെൽഫ്? ക്യാൻ ഐ നോ യുവർ ബാക്ക്ഗ്രൗണ്ട്? ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? അങ്ങനെ പല രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇതിനുള്ളൊരു ആൻസർ, ഞാൻ ഈ രണ്ടാമത് പറഞ്ഞതിനുള്ള ഒരു ആൻസർ എപ്പോഴും റെഡി ആയിരിക്കണം നിങ്ങളുടെ അടുത്ത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പ്രൊഫൈൽ വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോയിലെല്ലാം ഇതിനെപ്പറ്റി വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ റെഫർ ചെയ്യുക. അപ്പോൾ ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഇത് ഏത് കമ്പനിയിൽ നിന്നാണ്, ഈ പൊസിഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഏത് പൊസിഷനിലേക്കാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, എന്താണ് ആ ജോബിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങൾ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഓക്കെ ആണ് എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും അവർ തന്നെ പറയും ഐ ഷെയർ യു ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ബൈ വാട്സാപ്പ് ഓർ മെയിൽ. അത് അവർ ഷെയർ ചെയ്യും. അവരിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ജോലിയിലുള്ള ഒരു താല്പര്യത്തെ കാണിക്കുന്ന ഒരു സൂചനയായിട്ട് എടുക്കാം. ക്യാൻ യു പ്ലീസ് ഷെയർ മീ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ? അപ്പോൾ അവർ പറയും ഓക്കെ യാ ഷുവർ, അവർ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അടുത്ത വരുന്ന വീഡിയോകളിൽ നമ്മൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ, ബോഡി ലാംഗ്വേജും ടോണും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ബ്രീഫായിട്ട് അത് പറഞ്ഞു വിടാം. നിങ്ങളുടെ ടോണും പിച്ചും എല്ലാം വോളിയവും എല്ലാം വളരെ കംഫർട്ടബിളായിട്ട് ഉള്ള ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത്. കമ്പനികളിൽ നിന്ന് പല പല ഓഫറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല കോൾസും കിട്ടുന്നുണ്ടായിരിക്കാം. ഈ വരുന്ന കോൾസിൽ വെച്ചിട്ട് അവരുടെ ആ ഒരു ടോണും പിച്ചും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലേതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായി തോന്നിയത്, അതായത് അവരുടെ ആ ഒരു ടോണിലും പിച്ചിലും ഉള്ള ഒരു കോൾ നിങ്ങൾക്ക് റിസീവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയ രീതിയിലായിരുന്നു അവർ സംസാരിച്ചതെങ്കിൽ അത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ അടുത്ത ആരെങ്കിലും കേൾക്കുമോ എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കരുത്. ഇനി നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല നിങ്ങൾ അയച്ചത്, ഈ കോൾ പോലും നിങ്ങൾക്ക് റിലവൻ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ കോൾ നിങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ആൻസർ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് വരും, ഇങ്ങനെയുള്ള കോൾസ് വരുമ്പോൾ. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾസ് നമുക്കൊക്കെ കിട്ടാറുണ്ട്. നിങ്ങൾ വളരെ നോയ്സി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നു, നിങ്ങൾ മാർക്കറ്റിൽ പോയതാണ്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പുറത്തെവിടെയും നിൽക്കുവാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒട്ടും സംസാരിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറിലല്ല, സിറ്റുവേഷനിലല്ല എന്നുണ്ടെങ്കിൽ വളരെ താഴ്മയായിട്ട് പറയുക. ഇങ്ങനെ റിക്രൂട്ടറുടെ അടുത്ത് നിന്നാണ് കോൾ വരുന്നതെന്ന് മനസ്സിലാക്കി താഴ്മയായിട്ട് അവരുടെ അടുത്ത് പറയുക, ഞാൻ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അല്ല നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ക്യാൻ ഐ കോൾ യു ബാക്ക് ആഫ്റ്റർ സം ടൈം പറയണം. ക്യാൻ ഐ കോൾ യു ബാക്ക് എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയരുത്, അത് ക്ലോസ് ചെയ്യണം ആ സെൻറ്റൻസ്. ക്യാൻ ഐ കോൾ യു ബാക്ക് അറ്റ് 5 PM, ക്യാൻ ഐ കോൾ യു ബാക്ക് ഇൻ ദ സെക്കൻഡ് ഹാഫ്. ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി
അങ്ങനെ നിങ്ങൾക്കൊരു സ്പെസിഫിക് ടൈമോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്തോ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു. ബസ് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്താൻ പോകുന്ന അടുത്ത ഒരു 3-4 മണിക്കൂർ എടുക്കും സമയം. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് കഴിയുമ്പോൾ ലേറ്റായി പോവുകയും ചെയ്യും. മീൻസ് ആ ഡേ ടൈം കഴിയും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ എന്താണ് കാരണമെന്ന് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു മെസ്സേജ് അയക്കുക. ഞാനിങ്ങനെ ബസ്സിലാണ്, അടുത്ത സ്റ്റോപ്പിലെത്താൻ വേണ്ടി ഇത്ര സമയമെടുക്കും, ഐ എം സോറി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക. എന്നിട്ട് എപ്പോൾ എനിക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ പറ്റും എന്ന് ചോദിക്കുക. അതുകൂടാതെ ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ഷെയർ ദ JD ബൈ മെയിൽ ഓർ വാട്സാപ്പ്. അപ്പോൾ അവർക്കും ഒരു താല്പര്യമായി. ഇയാൾ ഇൻട്രസ്റ്റഡ് ആണ്. എന്തായാലും രീതികളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആൾ ജെന്യുവൻ ആണെന്ന് തോന്നും എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടാകും നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന ടൈമിൽ തന്നെ തിരിച്ചു വിളിക്കാൻ നോക്കുക. കഴിവതും ആ ദിവസം തന്നെ തിരിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ദിവസത്തേക്ക് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഒരുപാട് ആപ്ലിക്കൻസിൽ നിന്നും നിങ്ങളുടെ പ്രൊഫൈല് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കോൾ കിട്ടിയത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കോൺഫിഡൻസും അതിൻ്റേതായിട്ടുള്ളൊരു ജെനുവിനിറ്റിയും അതിൻ്റേതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും എല്ലാം നിങ്ങൾ ആ കോളിൽ എക്സ്പ്രസ് ചെയ്യണം. നേരിട്ട് കാണാത്ത കോളായതുകൊണ്ട് അത് നിങ്ങളുടെ വോയിസിലൂടെയാണ് നിങ്ങളത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ലൈക്ക്, ഐ ആം ഇൻ എ നോയ്സി ഏരിയ, can I call you back shortly? Hi, I am in a meeting. Can I call you back in 10 minutes? Hi, I am currently traveling and won't be able to talk properly for the next few hours. Is it okay if I call you back when I reach my destination? മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിയൽ വേൾഡിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു കമ്പനി അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പുസ്തകത്തിലൂടെയോ മറ്റ് തിയറിറ്റിക്കലായിട്ടോ ഒക്കെ പഠിച്ച കാര്യങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ നോളജ് അല്ല, മറിച്ച് അവരുടെ രീതികളുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് അവരറിയാൻ ശ്രമിക്കുന്നത്.